എല്ലാവർക്കും നമസ്കാരം. കുംഭമേള രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുംഭമേളയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും. 7,000 കോടി രൂപയാണ് കുംഭമേളയ്ക്ക് ചിലവാകുന്നത്. യു.പി. ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും മറ്റ് സംസ്ഥാന സർക്കാരുകളുടെയും ഒക്കെ ചെറിയ പങ്കാളിത്തം കാണും. അത് എൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ്സ് അല്ലെങ്കിൽ യു.പി. ഗവൺമെൻറ് ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. 7,000 കോടി രൂപയാണ് ചിലവാക്കുന്നത്. പക്ഷേ 2,00,000 കോടി രൂപ വരവ് വരും. ഒരു ടൂറിസം കൂടെയാണല്ലോ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അവിടെ വരികയാണല്ലോ. അവരുടെ വിമാനയാത്ര, ട്രെയിൻ യാത്ര, മറ്റ് യാത്രാ സൗകര്യങ്ങൾ, അവർ ഭക്ഷണം, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന എല്ലാം കൂടി 2,00,000 കോടി രൂപ സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാവുകയും ചെയ്യും. അതൊരു വശത്ത്. രണ്ടാം വശത്ത് ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അതിൻ്റെ വിശ്വാസം എന്താണ്? ദേവന്മാരും അസുരന്മാരും ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ രണ്ടു കൂട്ടരും കൂടി നിത്യമായ അമർത്തത്തിലേക്ക് അല്ലെങ്കിൽ മരണമില്ലായ്മയിലേക്ക് പോവാൻ അമൃത് കഴിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നിയാണ് അമൃത് എടുക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. അസുരന്മാരും ദേവന്മാരും ഉണ്ട്. അതെല്ലാ കാലത്തും ഉണ്ട്. അവർ യഥാർത്ഥത്തിൽ ദേവന്മാർ മനുഷ്യ ജന്മങ്ങൾ പോലെ ശരീരം ഉണ്ടവരായിരുന്നു എന്ന് വെച്ചാൽ അത് വേണ്ട. നമുക്ക് ചിന്തയായിട്ട് എടുക്കാം. അസുര ചിന്തയും ആസുരിക ചിന്തയും ദേവചിന്തയും, നന്മയുടെ ചിന്തയും തിന്മയുടെ ചിന്തയും അങ്ങനെ എടുത്താൽ മതി. അതാണ് ആധുനിക കാലഘട്ടത്തിന് മനസ്സിലാവുന്നത്. അപ്പം നന്മയുടെ ചിന്തക്കാരും തിന്മയുടെ ചിന്തക്കാരും കൂടി എന്ത് ചെയ്യാൻ ശ്രമിച്ചു? മരണമില്ലാതെ ജീവിക്കാനുള്ള അമൃത് തേടിപ്പോയി. അങ്ങനെ അമൃത് കിട്ടാവുന്ന സ്റ്റേജ് വന്നപ്പോൾ തിന്മയുള്ള ആളുകൾ, അവർ ഇന്നും ഇപ്പോഴും അങ്ങനെയാണല്ലോ, ഈ കാലഘട്ടത്തിലും ആളുകളാണല്ലോ. തിന്മയുള്ള ആളുകളുണ്ടല്ലോ. രാഷ്ട്രീയം എടുത്തു നോക്കൂ. കുറേ ദേവന്മാരുണ്ട്. പാവങ്ങൾ വളരെ ചെറിയ പ്രായം മുതൽ പ്രവർത്തിച്ച്, ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തിച്ച്, മണ്ഡലം കമ്മിറ്റി പ്രവർത്തിച്ച്, സാധാ കമ്മിറ്റി പ്രവർത്തിച്ച്, ദേവന്മാരെ പോലെ ആദർശപരമായി ജീവിച്ച്, സത്യസന്ധമായി ജീവിച്ച്, അഴിമതി നടത്താതെ, കള്ളം നടത്താതെ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന ഒരുപാട് ദേവന്മാരുണ്ട്. ഉദ്യോഗസ്ഥന്മാരിലും ഉണ്ട്. സത്യസന്ധമായി ജീവിച്ച് അഴിമതി ഒന്നും ചെയ്യാതെ കിട്ടുന്ന പണം മാത്രമേ ജീവിക്കുന്ന കുറേ ദേവന്മാരുണ്ട്. മന്ത്രിമാരിലും ഉണ്ട്. ഇപ്പോൾ പി കെ ഗുരുദാസിനെ പോലെയുള്ളവർ, പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെയുള്ളവർ, അങ്ങനെ വളരെ ഒരുപാട് ദേവന്മാരുണ്ട് മന്ത്രിമാരിൽ. ഒരു അഴിമതി നടത്താതെ വളരെ ലളിതമായ ജീവിതം നയിച്ചു പോകുന്ന ദേവന്മാരൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലാണ് അസുരന്മാർ. അസുരന്മാരെന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയ പാർട്ടിയിലൊന്നും പ്രവർത്തിക്കത്തില്ല. അവർ കുറേ ഗിമ്മിക്കും ഉഡായിപ്പും തട്ടിപ്പും തരികിടയും കൂട്ടിക്കൊടുത്തും കൂടക്കടന്നും പല രൂപത്തിൽ അവർ രാഷ്ട്രീയത്തിലൊക്കെ എം.പിയും എം.എൽ.എയും മന്ത്രിയും അങ്ങനെ പലതുമാകും. അവരാണ് അസുരന്മാർ. ആയാലും പിന്നെ അവരിൽ നിന്ന് നന്മയൊന്നും പ്രതീക്ഷിക്കേണ്ട. അവർ ഈ അമൃത് അടിച്ചുകൊണ്ട് പോയവരുടെ കൂട്ടത്തിലുള്ളവരാണ്. അസുരഗണത്തിൽപ്പെട്ടവരാണ്. ഇന്നും അതുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിലൊക്കെ ഇന്ന് വളരെ വ്യാപകമാണ് അസുരന്മാർ. സാധാരണ ആളുകൾ പ്രവർത്തിച്ച് കയറി വരുമ്പോഴാണ് ടപോന അസുരന്മാർ മോളിൽ നിന്ന് വന്ന് ടപോന വന്ന് എല്ലാ നേതൃത്വവും പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു. എല്ലാ സംവിധാനവും ചെയ്തുകൊണ്ട് പോകുന്നത്. അതിപ്പോൾ മഹിളാ സംവിധാനങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പലതും പുറത്ത് പറഞ്ഞുകൂടാത്ത പലതും ഒക്കെ കേൾക്കും. എങ്ങനെയാണ് ഇതിനകത്ത് സ്ഥാനമാനങ്ങളൊക്കെ പലർക്കും കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അണിയറ രഹസ്യവും അരമന രഹസ്യമായിട്ടൊക്കെ. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആസുരന്മാരുടെ ഒരു കാലത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ അന്ന് കുംഭമേള നടന്ന പഴയ കാലത്ത് അസുരന്മാരും ദേവന്മാരും ഇങ്ങനെ അമൃതിന് വേണ്ടി വഴക്കുണ്ടാക്കിയപ്പോൾ പിന്നെ വിഷ്ണു ഭഗവാൻ വന്ന കഥയുണ്ട്, പരമശിവൻ്റെ കഥയുണ്ട്, കുറേ കഥകളുണ്ട്. കഥകളൊക്കെ മാറ്റി വയ്ക്കുക. അത് പുരാണവും കഥയൊക്കെ അല്ലേ. പക്ഷെ അങ്ങനെ ഈ അമൃത് ഇതിൽ തർക്കം ഉണ്ടായപ്പോൾ അതിൽ കുറച്ച് അമൃത്, അതായത് നന്മ, അമൃതം എന്ന് പറയുന്നത് നന്മയെന്ന് പറയുക, യുടെ പ്രതീകമായി കുറച്ച് തുള്ളി 4 സ്ഥലത്ത് പ്രയാഗ്രാജ് തുടങ്ങിയ 4 സ്ഥലങ്ങൾ, നാസിക്കിലും പിന്നെ മധ്യപ്രദേശിലും അങ്ങനെ, അതായത് യമുന, താപ്തി, പിന്നെ ഗംഗ, സരസ്വതി നദികളുടെയൊക്കെ തീരത്ത് വീണുവെന്നും ആ നന്മയുടെ തുള്ളികളെ ദേവന്മാരുടെ ആ ദേവാംശത്തെ ഉയർത്തിക്കൊണ്ടുവരാനും സമൂഹത്തെ കൊണ്ട് ചിന്തിപ്പിക്കാനുമാണ്. എല്ലാ കാലത്തും സമൂഹത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാനുമാണ് വർഷം തോറും ചെറിയ ചെറിയ മേളകൾ നടക്കുന്നു. 3 വർഷത്തിലൊരിക്കൽ മേള നടക്കുന്നു. 12 വർഷത്തിലൊരിക്കൽ മേള നടക്കുന്നു. 144 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള, ലോകത്തിലെ എല്ലാ രാജ്യത്തിലെ ആളുകളെയും വിളിച്ചുകൊണ്ടുള്ള മഹാകുംഭമേളകൾ നടക്കുന്നു. ഇതൊരു അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള ദേവാസുര ദ്വന്ദ്വ യുദ്ധത്തിൻ്റെ, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകമാണ്. അതിൽ നന്മ ജയിക്കണം എന്നുള്ള
നന്മ ജയിക്കട്ടെ എന്നാണ്, തിന്മ പോട്ടെ നന്മ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നാനം ചെയ്യുന്നത്. ആ വരുമല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. അവിടെ പോയി ഗംഗയിൽ അല്ലെങ്കിൽ സരസ്വതി നദി, ഇന്നിപ്പോൾ സരസ്വതി നദി ഇല്ല, യമുനയിലൊക്കെ പോയി കുളിച്ചാൽ ഇത് വരുമോ, അല്ലെങ്കിൽ അത് ഈ നന്മ പോയിട്ട് തിന്മ പോയിട്ട് നന്മ വരുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് അവനവരെ മാനസികാവസ്ഥ പഠിച്ചിട്ട്, പക്ഷെ അതിനാണ് പോയി സ്നാനം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ തിന്മകളെയും കൊണ്ട് കളഞ്ഞിട്ട് നന്മയുടെ കുംഭമേളയാണ് നടക്കുന്നത്. അതെല്ലാ കാലത്തും പ്രസക്തമാണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് മാനവരാശിയെ മുന്നോട്ട് നയിക്കുന്നത്. മുഴുവൻ അതാണ്. അസുരന്മാരും ദേവത്വവും ആസുരത്വവും ദേവത്വവും തമ്മിലുള്ള അടിയാണ്. ഞാനീ പറഞ്ഞ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്താൽ, ഉദ്യോഗസ്ഥ സംവിധാനം എടുത്താൽ, പൊതുമണ്ഡലം എടുത്താൽ, മുഴുവൻ ആസുരന്മാരാണ്. ദേവന്മാർ ഒന്നുകിൽ മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ അവർ പലരും നിശബ്ദരായിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഇത് കളഞ്ഞിട്ട് പോയിരിക്കുന്നു, അവരിത് ഒഴിവാകുന്നു. അസുരന്മാർ അവർക്ക് കിട്ടുന്ന വിളയാട്ടം കംപ്ലീറ്റ് നടത്തുന്നു. അത് മദ്യത്തിൻ്റെ, മദിരാശിയുടെ, പണത്തിൻ്റെ, അധികാരത്തിൻ്റെ, അഴിമതിയുടെ, സമ്പത്തിൻ്റെ എല്ലാം കൈക്കലാക്കി വെച്ച് കോർപ്പറേറ്റ് വൽക്കരണമൊക്കെ നടത്തി രാജകീയമായി അസുരന്മാർ വാഴുന്നു. നന്മയുടെ ദേവന്മാർ ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണടച്ച് നിൽക്കുന്നു. അതുകൊണ്ട് കുംഭമേളകൾ രാജ്യത്തെല്ലായിടത്തും നടക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലും നമ്മളെ ഗ്രാമങ്ങളിലും കുംഭമേളകൾ ഉണ്ടാകണം. അവിടെ അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള പോരാട്ടം നടക്കണം. അതിൽ ദേവന്മാർക്ക് വലിയ അപ്പർ ഹാൻഡ് കിട്ടണം. അസുരന്മാരെ കൊല്ലുക തന്നെ ചെയ്യണം. അത് നന്മയെ ഉയർത്തിക്കൊണ്ടുവരണം, തിന്മയെ ഇല്ലാതാക്കണം. അതുകൊണ്ട് കുംഭമേളയുടെ സന്ദേശം എല്ലാവരും ഏറ്റെടുക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള, ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ഏറ്റവും പ്രസക്തം. ഒരു 100 വർഷം മുമ്പ് ഇത് അത്രയും പ്രസക്തമല്ല. കാരണം അത്രയും തിന്മ ലോകത്തില്ലായിരുന്നു. ഇന്നാണ് ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ 100% സമ്പത്തിൻ്റെ 80% എടുത്ത് 20% വരുന്ന അസുരന്മാരെടുത്ത് വച്ച് കോർപ്പറേറ്റ് അസുരന്മാരെന്ന രീതിയിൽ അവരും എടുത്തു വയ്ക്കുന്നു. അല്ലെങ്കിൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, പാണ്ഡിത്യത്തിൻ്റെ പേരിൽ കുറേ അസുരന്മാർ ഈ മഹാഭൂരിപക്ഷം വരുന്ന ദേവന്മാരെ അടക്കി ഭരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ദേവന്മാർ അശക്തരാണിപ്പോൾ. അവർക്ക് ശബ്ദമില്ല. ആ ദേവന്മാരുടെ ശബ്ദം പുറത്തു കൊണ്ടുവരാൻ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകമായ കുംഭമേളയെ ഉയർത്തിക്കൊണ്ടുവന്ന് ലോകത്തും എല്ലാ രാജ്യങ്ങളിലും നമ്മളെ ഇതുപോലെ നമ്മുടെ യോഗ പോലെ ലോകരാജ്യങ്ങളിലൊക്കെ യോഗ ഇപ്പോൾ ആചരിക്കുന്ന പോലെ കുംഭമേളകൾ എല്ലായിടത്തും നടക്കണം. അത് പ്രതീകമാണ് ഞാനീ പറഞ്ഞത്. എല്ലായിടത്തും കുംഭമേളയുടെ ഭാഗമായിട്ടുള്ള, ഇപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ സീസൺ വരുമ്പോൾ എല്ലാ അമ്പലങ്ങളിലും പൂജയൊക്കെ നടക്കുമല്ലോ, കഞ്ഞി വീഴ്ത്തുക, അയ്യപ്പ ഭജനപ്പാട്ടൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഇനി വരുന്ന കുംഭമേളകൾ രാജ്യത്തെല്ലായിടത്തും, എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ നദികളിലും കുംഭമേളകൾ നടക്കണം, എല്ലാ തോടുകളിലും നടക്കണം. എന്തെന്നാൽ കുംഭമേള നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നന്മയാണ് ജയിക്കേണ്ടത്. അസുരന്മാരെ വീഴ്ത്തേണ്ടതുണ്ട്. ദേവന്മാരെയാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അത് കാലം ആവശ്യപ്പെടുന്നത് ദേവന്മാരെയാണ്. എന്തെല്ലാം രൂപത്തിലാണ് നമ്മൾ കാണുന്നത് അസുരന്മാർ വിളയുന്നത്? രാഷ്ട്രീയത്തിൻ്റെ, സന്നദ്ധ സംഘടനകളുടെ, അതുപോയിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ, പിന്നെ വ്യവസായികളുടെ, കോർപ്പറേറ്റുകളുടെ പല പല രൂപത്തിലുള്ള അസുരന്മാരെ നമ്മൾ കാണുകയാണ്. ഈ ആസുരത്വം ഇല്ലാതാക്കാൻ, ദേവന്മാരുടെ നന്മ കൊണ്ടുവരാൻ കുംഭമേളകൾ രാജ്യത്താകെ നടക്കട്ടെ. നമുക്ക് കുംഭമേളകളുടെ സന്ദേശവാഹകരാകാം.